മറ്റൊരു പ്രതികരണം ഇപ്പോൾ വരുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഇപിക്കെതിരെയുള്ള പ്രതികരണമാണ്. ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ ചിന്തിച്ചത്, ഇതൊക്കെ വായിച്ചപ്പോൾ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ചിരിക്കുകയായിരുന്നു. കാരണം ഓരോ സമയത്തും കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപിൽ ഞാൻ പറഞ്ഞ ഓരോ വസ്തുതകളും മറനീക്കി പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തിരക്കേടില്ല. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു സ്ത്രീയെ, അതും 10-30 വർഷം പൊതുപ്രവർത്തന രംഗത്ത് നിന്ന ഒരു സ്ത്രീയെ കാണാൻ വരിക, അതുപോലെ തന്നെ യാത്ര ചെയ്യുക, ദൂര സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക. ഇവിടെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന മുഴുവൻ മാധ്യമ പ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രാമനിലയത്തിൽ ഞാനതിൻ്റെ കോപ്പി എടുത്തിട്ടുണ്ട്, വിവരാവകാശം അവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ ഞാൻ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന സമയത്ത് ഞാനൊരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ രാമനിലയത്തിൽ വരുന്നു, മുന്നോട്ട് നടക്കുന്നു. എൻ്റെ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി നോക്കി, ഇടത്തോട്ട് നടന്നു, അവിടെ റിസപ്ഷൻ ഉണ്ട്. അവിടെ തന്നെ മന്ത്രി രാധാകൃഷ്ണൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ രാധാകൃഷ്ണന്റെ കൂടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു. എൻ്റെ പത്രസമ്മേളനം പഴയത് നോക്കിയാൽ അറിയാം. തൊട്ടടുത്ത മുറിയിൽ സഖാവ് ഇ.പി. ജയരാജൻ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ മന്ത്രിയെ കവർ ചെയ്ത് ഇങ്ങോട്ടേക്ക് നടന്നു വരാൻ പറ്റില്ല എന്ന് ഇ.പി. ജയരാജൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നോക്കിയത് എന്നാണ് ആലപ്പുഴയിലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞത്. അത് ഓർമ്മയുള്ളവരെ അല്ലെങ്കിൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ എൻ്റെ പത്രസമ്മേളനം, പഴയ പത്രസമ്മേളനം കിട്ടും. ഞാൻ വിവരാവകാശം എടുത്തു. ഞാൻ ഏത് റൂമാണ് ബുക്ക് ചെയ്തത്, അത് കോറിഡോറിൽ നിന്ന് വലത്തോട്ട് പോയ റൂമാണ്. രേഖകൾ ഞാൻ തരാം. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി മുന്നോട്ട് വരുമ്പോൾ മന്ത്രി രാധാകൃഷ്ണന്റെ റൂം, തൊട്ടടുത്ത് ഇ.പി. ജയരാജന്റെ മുറി. ഞാൻ രാമനിലയത്തിൽ അങ്ങനെ വെറുതെ റൂം ബുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ 3 തവണയാണ് രാമനിലയത്തിനകത്ത് പോയിട്ടുള്ളത്. 1, ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാൻ. 2, ബഹുമാനപ്പെട്ട ഗവർണർ, മുൻ ഗവർണർ ആരിഫ് ഗാഞ്ചിയെ കാണാൻ. 3, സഖാവ് ഇ.പി. ജയരാജനെ കാണാൻ. ഇതിൽ കൂടുതൽ ഒരിക്കൽ പോലും ഞാൻ രാമനിലയത്തിൽ പോയിട്ടില്ല. അവിടുത്തെ CCTV ക്യാമറകൾക്ക് എന്ത് പറ്റി? ഞാൻ ലെഡ്ജറിൽ ഒപ്പുവെച്ച് ഞാൻ പണം കൊടുത്തിട്ടുണ്ട്. ആ ലെഡ്ജർ ബുക്ക് മാധ്യമപ്രവർത്തകരുടെ മുൻപിൽ ഹാജരാക്കട്ടെ. അപ്പം ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. എനിക്ക് ഇങ്ങനെ കാപഢ്യമുള്ള, കള്ളം മാത്രം പറയാൻ അറിയാവുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി മറുപടി പറയാനുള്ളതല്ല എൻ്റെ ശബ്ദം എന്ന് പോലും കരുതുന്ന ഒരാളാണ്. പക്ഷെ മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിന് മറുപടി പറയാൻ വേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. മൂക്കുകൊണ്ട് ക്ഷാ വരപ്പിക്കും കോടതിയിൽ, ഒരു തർക്കവും വേണ്ട. കാരണം ഇതുവരെ നട്ടലുള്ളവർക്കെതിരെ മുട്ടാൻ ഇ.പി. ജയരാജന് സാധിച്ചിട്ടില്ല. ഈശ്വരാധീനം കൊണ്ട് ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോവും. പിന്നെ ഇ.പി. ജയരാജൻ ഒരു സർട്ടിഫിക്കറ്റും എനിക്കൊരു പുസ്തകത്തിലൂടെ തരേണ്ട ആവശ്യവുമില്ല. ഞാനത് ഒരു താമ്രപത്രമായിട്ട് കരുതുന്നതുമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യുമ്പോൾ തൻ്റെ ഇടം വേണ്ടേ? ആ കാര്യം മുന്നോട്ട് പോകണമോ? നമ്മൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴും ആലോചിക്കണം. ആലോചിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. അത് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾ ഇടതുപക്ഷ പാർട്ടി യോഗം ചേർന്ന് സഖാവ് ഇ.പി. ജയരാജനെതിരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച് പിണറായി വിജയൻ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയതിനു ശേഷം ജയരാജൻ നിഷ്കളങ്കനാണ് എന്ന് പണ്ട് കോടിയേരിയെ കുറിച്ച് പറഞ്ഞല്ലോ. മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, കോടിയേരി ധന്യനാണ്, കോടിയേരിയാണ് പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നത്. ഇ.പി. ജയരാജന്റെ ആത്മകഥയ്ക്ക് എതിരെയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ പ്രതികരിക്കുന്നത്. കള്ളന്റെ ആത്മകഥ എന്നാണ് വിളിക്കേണ്ടത്. രാമനിലയത്തിലെ കൂടിക്കാഴ്ച സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു എന്നും ശോഭ പറയുന്നു.